ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു EduLine. സോ നമ്മുടെ അടുത്ത പോർഷൻ ആണ് മോഡിഫൈ സ്ട്രിങ്സ്. അതായത് ഒരു സ്ട്രിങ്ങിലെ ഒരു ക്യാരക്ടർ സീക്വൻസിനെ വേറെ ഒരു ക്യാരക്ടർ സീക്വൻസ് വെച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീപ്ലേസ് എന്ന മെത്തേഡ്. ഓക്കെ, അപ്പം ജാവയിൽ സ്ട്രിങ് എന്ന ക്ലാസ്സിൽ റീപ്ലേസ് എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൾഡ് ക്യാരക്ടറിനെ പുതിയൊരു ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതിന്റെ മെത്തേഡിന്റെ സിഗ്നേച്ചർ ആണ് ഈ തന്നിരിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ഈ റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡിനെ നമുക്ക് ജാവയിൽ യൂസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണിന്റെ സിഗ്നേച്ചർ അങ്ങനെ വരും: പബ്ലിക് സ്ട്രിങ് റീപ്ലേസ് ക്യാർ ഓൾഡ് ക്യാർ ക്യാർ ന്യൂ ക്യാർ. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയ ക്യാരക്ടറും കൊടുക്കും, അതിനെ എന്ത് വെച്ചിട്ടാണ് മാറ്റേണ്ടതെന്നുള്ള പുതിയ ക്യാരക്ടറും കൊടുക്കും. ഇതൊരു സ്റ്റൈല്. രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് സ്ട്രിങ് റീപ്ലേസ് ക്യാർ സീക്വൻസ് ടാർഗറ്റ് ക്യാർ സീക്വൻസ് റീപ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാർ സീക്വൻസ് ആണ് കൊടുക്കുന്നത്, അതായത് 2-3 ക്യാരക്ടേഴ്സ് കാണും. ഓക്കെ, ടാർഗറ്റ്, പിന്നെ അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട 2-3 ക്യാരക്ടേഴ്സും കാണും. ആദ്യത്തെ കേസിൽ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ കാണുള്ളൂ. രണ്ടാമത്തെ കേസിൽ നമ്മൾ 2-3 ക്യാരക്ടേഴ്സിനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് JDK 1.5 യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഈ രണ്ടാമത് തന്നിരിക്കുന്ന സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രിങ് റീപ്ലേസ് ക്യാർ ഓൾഡ് ക്യാർ ന്യൂ. സോ ഈ ഒരു മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നമ്മൾ റീപ്ലേസ് എക്സാമ്പിൾ എന്നാണ് നമ്മുടെ എക്സാമ്പിൾ 1 എന്നാണ് നമ്മുടെ ക്ലാസിന്റെ പേര്. നമ്മുടെ മെയിൻ മെത്തേഡ് നമ്മൾ എഴുതിയിട്ടുണ്ട് അതിനുള്ളിൽ. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുന്നു, അല്ലെ? സ്ട്രിങ് S1 is equal to Java is a very good language. സോ ഇതാണ് ഞാൻ കൊടുത്ത സ്ട്രിങ് എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഞാൻ കൊടുത്ത ഈ സ്ട്രിങ്ങിലെ എല്ലാ എയും എനിക്ക് ആക്കി മാറ്റണം. എവിടൊക്കെ എ ഉണ്ടോ അതൊക്കെ എനിക്ക് ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു റീപ്ലേസ് എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ സ്ട്രിങ് റീപ്ലേസ് സ്ട്രിങ് ഈസ് ഈക്വൽ ടു S1 ഡോട്ട് റീപ്ലേസ് എ കോമ ഇ. അപ്പൊ ഈ എ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓൾഡ് ക്യാരക്ടർ, ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂ ക്യാരക്ടർ. ഓക്കെ, അപ്പം എല്ലാ എയും ഞാൻ എന്ത് ചെയ്തു, ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ ഞാൻ എന്നിട്ട് റീപ്ലേസ് സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ഇത് കൺവേർട്ട് ചെയ്തത് റീപ്ലേസ് സ്ട്രിങ്ങിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ റീപ്ലേസ് സ്ട്രിങ്ങിനെ എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഈ ജാവ എന്നുള്ളതിന്റെ അതിനകത്ത് എ എല്ലാം മാറിയിട്ട് ആയി. സോ JEV എന്നായി. പിന്നെ ഈസ് കഴിഞ്ഞിട്ട് എ ആണ് ഞാൻ ആദ്യം കൊടുത്തത്. ജാവ ഈസ് എ എന്നാണ് ഞാൻ സ്ട്രിങ്ങിൽ കൊടുത്തത്. അപ്പൊ ഇവിടെ ആ എ മാറിയിട്ട് ആയി. അപ്പൊ എവിടൊക്കെ എ ഉണ്ടോ അവിടൊക്കെ എന്ത് ചെയ്യും, ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്താണ് തരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ സ്ട്രിങ് റീപ്ലേസ്. അപ്പോൾ ക്യാരക്ടേഴ്സ്, അതായത് നമ്മളിവിടെ സിംഗിൾ ക്യാരക്ടറിനെ മാത്രമേ നമ്മളിവിടെ എന്ത് ചെയ്തുള്ളൂ, റീപ്ലേസ് ചെയ്ത് മാറ്റിയുള്ളൂ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നമ്മുടെ രണ്ടാമത്തെ നമ്മൾ JDK 1.5 യൂസ് ചെയ്യുന്ന സ്റ്റൈൽ നമ്മൾ നോക്കാം. സ്ട്രിങ് റീപ്ലേസ് ക്യാർ സീക്വൻസ് ടാർഗറ്റ് ക്യാർ സീക്വൻസ് റീപ്ലേസ്മെന്റ്. സോ ഇവിടെ നമ്മൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് കൊടുക്കുന്നത്, ക്യാർ സീക്വൻസ് ആണ് കൊടുക്കുന്നത്, സിംഗിൾ ക്യാരക്ടർ അല്ല. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഞാനൊരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മൈ നെയിം ഈസ് ഖാൻ മൈ നെയിം ഈസ് ജാവ. ഇങ്ങനെ ഒരു സ്ട്രിങ്ങിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഇനി ഞാൻ ഇവിടെ എന്തിനാണ് റീപ്ലേസ്, ഏത് സീക്വൻസ് ആണ് മാറ്റുന്നത് നോക്കുക. സ്ട്രിങ് റീപ്ലേസ് സ്ട്രിങ് ഈസ് ഈക്വൽ ടു S1 ഡോട്ട് റീപ്ലേസ് ഈസ് വാസ്. സോ ഈസിനെ ഞാൻ എന്ത് ചെയ്തു, വാസ് ആക്കിയിട്ട് ഞാൻ മാറ്റാൻ പോവാണ്. അപ്പൊ ഇവിടെ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് IUS-ഉം, അതിനെ ഞാൻ WAS എന്ന് മാറ്റി. എവിടൊക്കെ IS എന്ന് ഒരുമിച്ചുണ്ടോ അവിടെ എല്ലാം ഞാൻ WAS എന്ന് മാറ്റും. ഓക്കെ, അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിങ് സ്ട്രിങ്ങിനെ ഞാൻ റീപ്ലേസ് സ്ട്രിങ് എന്ന് പറഞ്ഞ ഈ വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ അതിനെ ഞാൻ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നതാണ് താഴത്തെ സ്റ്റേറ്റ്മെന്റ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത്, മൈ നെയിം വാസ് എന്ന് വരും. അത് മൈ നെയിം ഈസ് എന്നാണ് ഞാൻ ആദ്യം കൊടുത്തത്, സോ അത് വാസ് വന്നു. ദെൻ രണ്ടാമതേ അവിടെ ഞാൻ മൈ നെയിം ഈസ് എന്ന് കൊടുത്തത് മൈ നെയിം ഈസ് ജാവ എന്നാണ് കൊടുത്തത്. സോ അതിന്റെ റിസൾട്ട് വരുമ്പോൾ മൈ നെയിം വാസ് ജാവ എന്ന് വരും. അതായത് എല്ലാ ഈസിനെയും വാസ് ആക്കിയിട്ട് മാറ്റി. അപ്പൊ ഇവിടെ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. ഓക്കെ, ഇത് വേറൊരു റീപ്ലേസിന്റെ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കി. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൊടുത്ത സ്ട്രിങ് ആണ് ഈ കാണുന്നത്. കുറെ ഓയും എച്ചും ഒക്കെ വെച്ചിട്ട് ഞാൻ കുറെ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത്, എല്ലാ ഹെച്ചിനെയും ഞാൻ S ആക്കിയിട്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ? എന്നിട്ട് അത് RSലേക്ക് സ്റ്റോർ ചെയ്യിപ്പിക്കുന്നു. സോ എന്നിട്ട് RSനെ ഞാൻ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഈ H എല്ലാം മാറിയിട്ട് അവിടെ S വരും ഔട്ട്പുട്ട്. അപ്പൊ ഇപ്പൊ RSൽ എന്താണ് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന റിസൾട്ട്, RSൽ കിടക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ H എല്ലാം മാറിയിട്ട് S ഉള്ള ഈ ഫസ്റ്റ് ഔട്ട്പുട്ട് ആണ് കിടക്കുന്നത്. അതിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും ആ എസിനെ വീണ്ടും തിരിച്ച് എസിലോട്ട് തന്നെ വീണ്ടും കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, പഴയ രീതിയിലേക്ക് തന്നെ വരും. ഓക്കെ, ഇത് വെറും ഒരു എക്സാമ്പിൾ, എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റീപ്ലേസ് ചെയ്ത് മാറ്റാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണിത്. ഓക്കെ,
ഇനിയും വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റീപ്ലേസ് ആണ് പഠിച്ചതല്ലേ, ഇത് കൂടാതെ തന്നെ വേറൊരു മെത്തേഡ് കൂടെ നമുക്ക് യൂസ് ചെയ്യാം. റീപ്ലേസ് ഓൾ എന്ന മെത്തേഡും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ദിസ് മെത്തേഡ് റിട്ടേൺസ് എ സ്ട്രിങ് റീപ്ലേസിങ് ഓൾ ദ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് മാച്ചിങ് റെഗുലർ എക്സ്പ്രഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് സ്ട്രിങ്. സോ മാച്ചിങ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷനും അതിനെ റീപ്ലേസ്മെന്റ് സ്ട്രിങ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഇന്റേണൽ ഇംപ്ലിമെന്റേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. സിഗ്നേച്ചർ, അതിന്റെ സിഗ്നേച്ചർ, അതായത് ഈ ഒരു മെത്തേഡ് റീപ്ലേസ് ഓൾ എന്ന മെത്തേഡിന്റെ സിഗ്നേച്ചർ ആണ് ഈ തന്നിരിക്കുന്നത്. പബ്ലിക് സ്ട്രിങ് റീപ്ലേസ് ഓൾ, സ്ട്രിങ് റെഗുലർ എക്സ്പ്രഷൻ, REGX എന്ന് പറയുന്നത് റെഗുലർ എക്സ്പ്രഷൻ ആണ്, ദെൻ സ്ട്രിങ് റീപ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, റീപ്ലേസ് ഓൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിനെയാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഈ നമ്മൾ നേരത്തെ കണ്ട അത് തന്നെ സംഭവം സെയിം. സോ സ്ട്രിങ് S1 is equal to Java is a very good language. ഇതാണ് ഞാൻ കൊടുത്ത സ്ട്രിങ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, സ്ട്രിങ് റീപ്ലേസ് സ്ട്രിങ് is equal to S1 dot replace all AE. അപ്പൊ എല്ലാ A ഞാൻ എല്ലാ A ഞാൻ എന്ത് ചെയ്തു, E ആക്കി മാറ്റി. സോ അതിന്റെ നമ്മൾ എന്നിട്ട് റീപ്ലേസ് സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് കിട്ടും, ആ ഒരു ഈ ഞാൻ ആദ്യം കൊടുത്തതിനകത്ത് എ എല്ലാം മാറിയിട്ട് ഇ ആയിട്ടായിരിക്കും വരുന്നത് ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇതാണ് റീപ്ലേസ് ഓൾ എന്ന് പറയുന്നത്. നേരത്തെ കണ്ട ഏകദേശം അതുപോലൊക്കെ തന്നെ സെയിം. ഓക്കെ, ദെൻ രണ്ടാമത്തെ റീപ്ലേസ് ഓൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക്, അതായത് ഒരു റീപ്ലേസ് എ വേർഡ്, ഒരു വേർഡിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീപ്ലേസ് ഓൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്നുള്ളതാണ് എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന സ്ട്രിങ് ഉണ്ടോ, മൈ നെയിം ഈസ് ഖാൻ, മൈ നെയിം ഈസ് ബോബ്, മൈ നെയിം ഈസ് സോനു. സോ ഇങ്ങനെ ഒരു സ്ട്രിങ് ആണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ എന്തിനാ എല്ലാ ഈസിനെ ഞാൻ വാസ് ആക്കി മാറ്റിയേക്കാണ്, അല്ലെ, റീപ്ലേസ് ഓൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, സ്ട്രിങ് റീപ്ലേസ് സ്ട്രിങ് ഈസ് ഈക്വൽ ടു S1 ഡോട്ട് റീപ്ലേസ് ഓൾ ഈസ് വാസ്, അല്ലെ. അപ്പൊ എല്ലാ ഈസിനെ ഞാൻ വാസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, ഞാൻ കൊടുത്തതിനകത്ത് എവിടെയൊക്കെ ഈസ് ഉണ്ടോ അതിനെ വാസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്, അല്ലെ. സോ അടുത്ത റീപ്ലേസ് ഓളിന്റെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്, റിമൂവ് വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസിനെ എങ്ങനെ റിമൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഞാൻ കൊടുത്ത സ്ട്രിങ് നോക്കുക, അതിനകത്ത് എല്ലാ വേർഡും കഴിഞ്ഞിട്ട് വൈറ്റ് സ്പേസ് ഉണ്ട്, ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് ഞാൻ, അല്ലേ. സോ ഇതിനെ റിമൂവ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വരണം. എല്ലാ വൈറ്റ് സ്പേസിനെ റിമൂവ് ചെയ്ത് ഇടയിലുള്ള എല്ലാ വൈറ്റ് സ്പേസുകളെ റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ റീപ്ലേസ് ഓൾ യൂസ് ചെയ്തത്. സോ റീപ്ലേസ് ഓള് /s കോമ പിന്നെ എന്ത് ചെയ്തു, ആ ഒരു സ്പേസ്. സോ എല്ലാ ഇതിനെയും നമ്മൾ എന്ത് ചെയ്തു, സ്പേസിനെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്, അല്ലെ, സ്പേസിനെ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, സോ റീപ്ലേസ് ചെയ്യാണ്. സോ റീപ്ലേസ് സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, എല്ലാ സ്പേസിനെയും ഇവിടെ ഇതിനിടയിലുള്ള എല്ലാ സ്പേസുകളെ മാറ്റിയിട്ട് സ്പേസ് ഇല്ലാതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതും റീപ്ലേസ് ഓളിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പം ഇതൊക്കെ നമ്മൾ എന്താ റീപ്ലേസ് ഓൾ ഒക്കെ എന്ന് പറയുന്ന മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രിങ് ഓപ്പറേഷൻസുകളാണ് ചെയ്തത്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ വേണമെങ്കിൽ വേറെ പുതിയ ക്യാരക്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് മാറ്റാം, അതല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമുക്ക് മാറ്റാം. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. റീപ്ലേസ് ഓള്, ഈ മെത്തേഡുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡുകളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജാവയിൽ സ്ട്രിങ് എന്ന ക്ലാസ്സിൽ പ്രസന്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ്, അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.